പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരികയാണ്. വേറെ ആരുമല്ല, അത് മാഷിൻ്റെ അമ്മ തന്നെയാണ്. മാഷിൻ്റെ അതേ സ്വഭാവം തന്നെ കേട്ടോ, വളരെ മുൻചൂണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മാഷിനായാലും കമലാമ്മയ്ക്കായാലും മക്കൾക്കായാലും എല്ലാവർക്കും അച്ചമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അച്ചമ്മയെ കണ്ടപാട് തന്നെ എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള മട്ടത്തിൽ എല്ലാവരുടെയും മുഖത്തൊരു പേടിയുണ്ട്. എങ്കിലും കമലാമ്മ വേഗം ചെന്ന് അമ്മേ വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ്. മക്കളൊക്കെ എല്ലാവരും വന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. വിക്രം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ കുറച്ചൊരു പരിഭവത്തിൽ പറയുന്നുണ്ട്, നിനക്കായിരുന്നു എന്നെ ഏറ്റവും ഇഷ്ടം, പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ എത്ര കാലമായി എന്നെ ഞാൻ കണ്ടിട്ട്, നിനക്കെന്നെ കാണണം എന്നുള്ളൊരു വിചാരമില്ലല്ലോ മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്കും ഒരുപാട് ഇഷ്ടം അച്ചമ്മേ, എനിക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അച്ചമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അച്ചമ്മ ഇതാരോ ഒരു പുതിയ ആൾ എന്നുള്ള മട്ടിൽ വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനിടയിൽ ചോദിക്കുന്നുണ്ട്, ആരാടാ എന്ന് മാഷിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അതാരും മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഇടയ്ക്ക് മാഷ് കമലേനോട് പറയുന്നുണ്ട്, അതെ, നടന്ന സംഭവങ്ങളൊന്നും അമ്മ അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇത് സംഭവിച്ചത് കാര്യങ്ങളൊന്നും പറയണ്ട നീ എന്ന് പറയുകയാണ്. പക്ഷേ അത് കമലയെ മാത്രമേ അറിയുന്നുള്ളൂ. പിന്നീടും അച്ചമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്നോട് ഞാൻ ഇതാരാണെന്ന് ചോദിച്ചില്ല, നിൻ്റെ വായിൽ എന്താടാ തിരികെ വെച്ചിരിക്കുന്നത്, നിനക്കെന്താ പറയാൻ പറ്റത്തില്ല ഇതാരാന്നുള്ളത്, പറയടാ അതാരാ, ഈ കുട്ടി ഏതാന്ന് ചോദിക്കുകയാണ് വേദയെ നോക്കിയിട്ട്. ഇത് കേൾക്കുന്ന വിനയം പെട്ടെന്ന് അങ്ങ് പറയും, അതെ അച്ചമ്മയ്ക്ക് മനസ്സിലായില്ലേ, നമ്മുടെ വിക്രമുണ്ടല്ലോ, വിക്രം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അച്ചമ്മ അങ്ങ് ഞെട്ടുന്നുണ്ട്. വിക്രമിൻ്റെ കല്യാണം കഴിഞ്ഞോ, ഞാൻ അറിയാതെയോ, അതെന്താടാ എൻ്റെ അടുത്ത് പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വിനയം പറയുന്നുണ്ട്, അത് അച്ചമ്മ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, അത് അവനെ അങ്ങ് കൊണ്ടുവന്നതാ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ അച്ചമ്മയ്ക്ക് സമാധാനവും, ലവ് മാരേജ് ആയിരിക്കും അല്ലേ, അതെന്തായാലും നന്നായി. ഞാനും വിചാരിച്ചു എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന്. എനിക്ക് സന്തോഷമായടാ മോനെ, നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലോ നീ. ഇവിടെ വേറെ 2 ഉണ്ടല്ലോ എൻ്റെ മകന് പിറന്നത്, അവർ 2 പേരും അവൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പെൺകുട്ടികളല്ലേ കല്യാണം കഴിച്ചത്, പക്ഷെ നീയെങ്കിലും നമ്മുടെ മാനം കാത്തല്ലോ മോനെ എന്ന് പറഞ്ഞ് അച്ചമ്മയ്ക്ക് വേദ അങ്ങനെ ഇഷ്ടമാവുകയാണ്. പിന്നീട് അമ്മ വരുക, ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ ശരി എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഇഡ്ഡലിയും സാമ്പാറൊന്നും വേണ്ട, എനിക്ക് നല്ല ചമ്മന്തി വേണം എന്ന് പറയാണ്. ശരി അമ്മ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് കമല പറയുമ്പോൾ, എനിക്ക് നീ ഉണ്ടാക്കിയതും വേണ്ട, നീയേ ഉപ്പും പുളിയൊന്നും നേരെ ഇടത്തില്ല, എനിക്ക് എൻ്റെ വേദമോൾ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി, എൻ്റെ പേരക്കുട്ടി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ വേദ ശരി അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എന്താ വെച്ചാൽ വേദയ്ക്ക് പാചകം ചെയ്യാനൊന്നും അറിയത്തില്ലല്ലോ. അത് വിചാരിച്ച് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ചമ്മ ദേഷ്യപ്പെടുമല്ലോ എന്നൊക്കെ ഉള്ളത് ചിന്തിച്ച് നിൽക്കുകയാണ്. പക്ഷേ വേദ ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കഴിച്ച ഉടനെ തന്നെ അച്ചമ്മ പറയാണ്, ഉഷാറായിട്ടുണ്ട് മോളെ, എത്ര നല്ല ചമ്മന്തി, ഞാൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, ഇതെങ്ങനെ മോളെ നിനക്ക് സാധിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ അച്ചമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലില്ലേ, അത് നോക്കിയിട്ട് ഞാൻ പഠിച്ചതാ, ഞാൻ അച്ചമ്മയുടെ ഒരു സബ്സ്ക്രൈബറാണെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അച്ചമ്മയ്ക്ക് അങ്ങ് ലഡു പൊട്ടിയതുപോലെയായി. ആണോ, അച്ചമ്മയ്ക്ക് മോൾ എൻ്റെ സബ്സ്ക്രൈബറാണോ, അത് ശരി, അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മോളെ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കണം, നമുക്ക് 2 പേർക്കും ഫോട്ടോ എടുക്കണം, അത് അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളങ്ങ് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് പറയുന്നുണ്ട്, ഇനി ഇവിടെ ആരും പാചകം ചെയ്യേണ്ട, എൻ്റെ വേദമോളാണ് ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, കമല നീയും നിൻ്റെ മരുമക്കളും അടുക്കളയിൽ കയറണ്ട, എൻ്റെ വേദമോൾ ഉണ്ടാക്കട്ടെ, അവളുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നത് വരെ കഴിക്കുകയുള്ളൂ, ഇവിടെ എല്ലാവരും അത് കഴിച്ചിരിക്കണം എന്ന് പറയുകയാണ്.
അങ്ങനെ വേദ കിച്ചണിൽ കയറുകയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉപ്പ് എവിടെ, മുളക് എവിടെ ഇരിക്കണ്, കടുക് എവിടെ ഇരിക്കണ് എന്നുള്ളതൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും വിക്രം അതിയന് വരുമ്പോൾ അച്ഛൻ അത് കാണുന്നുണ്ട്. വിക്രം, നീ എങ്ങോട്ടായി പോണേ? അതെ അച്ഛമ്മേ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാലേ ഇപ്പോൾ തൽക്കാലം നീ എവിടെയും പോകണ്ട. വേദമോള് കണ്ടില്ലേ കിച്ചണിൽ കയറിയിരിക്കണേ, നീ അങ്ങോട്ട് ചെല്ല്, അവളെ ഒന്ന് സഹായിക്കുക എന്ന് പറയാണ്. ഞാനോ? അതെ, എന്താ നിനക്ക്, നീ എന്തുള്ള ഭർത്താവല്ലേ, അവളെ സഹായിച്ചാൽ എന്താ എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഒന്നും മറുത്ത് പറയാൻ പറ്റുന്നില്ല. അച്ചമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് വിക്രം. വിക്രം പതുക്കെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. ഇതൊക്കെ കണ്ട് വേദ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് കുറച്ച് ചിക്കൻ, ഇത് മട്ടനാണ്, ഇത് ഫിഷാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കിറ്റ് അങ്ങ് കയ്യിൽ കൊടുക്കുകയാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പോയാൽ എന്ന് പറയും. വിക്രം അതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. ഇടയിൽ രണ്ടുപേരും കൂടെ അടിയും പിടിയും നടക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ആരും കാണുന്നില്ല, പക്ഷെ നല്ല രസകരമായ സീനുകളാണ് കാണിക്കുന്നത്. വേദയെ തലക്കിട്ട് കൊട്ടുന്നുണ്ട് വിക്രം. ചാൻസ് കിട്ടുമ്പോൾ വേദ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, നുള്ളുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തും കൊണ്ടും അവരങ്ങനെ നല്ല കോമ്പിനേഷനായിട്ട് പാചകം ചെയ്തു വരികയാണ്. എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. വേദ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അച്ഛനും ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ പറയുകയാണ് കമലയുടെ അടുത്ത്, കമലേ കണ്ടില്ലേ, ഇവളുടെ കൈ കൊണ്ടൊരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ലെന്ന് പറഞ്ഞതാ. എൻ്റെ ഒരു തലവിധിയെ, ഇപ്പോൾ അവൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയില്ലേ, അതാണ് ദൈവം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കമലാമ്മ അങ്ങനെ മാഷിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് സാമ്പാർ വിളമ്പാൻ വേണ്ടി വേദ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്, വേണോ വേണ്ടേ എന്നുള്ളതിൽ. അപ്പോൾ അമ്മ ഇത് കാണുന്നുണ്ട്. അമ്മച്ചി പറയുന്നുണ്ട്, എന്താടാ നീ ഒന്നും വേണ്ടാത്തേ, നിനക്ക് കറി ഒഴിക്കണോ വേണ്ടയോ എന്നല്ലേ വേദ ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് വേണോ വേണ്ടേന്ന് എന്ന് പറയുമ്പോൾ ഒഴിക്ക് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വേദയ്ക്ക് സന്തോഷമാവും കേട്ടോ. അവളുടെ കൈ കൊണ്ട് ആദ്യമായിട്ട് അച്ഛന് ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ള സന്തോഷമാണ് അവൾക്കുള്ളത്. പിന്നീട് അച്ഛമ്മ പറയുന്നുണ്ട്, വിക്രം നീയും പിന്നെ വേദയും ഭക്ഷണം കഴിക്കാതിരിക്കുക, വേദ നീ ഇരിക്കുക, വിക്രമിൻ്റെ അടുത്തിരിക്കുക, എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഞാനും ശ്രീജയും കൂടെ വിളമ്പാന്ന് പറയാണ്. അങ്ങനെ വേദയ്ക്ക് നല്ല സന്തോഷമാവും കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് അവർ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ വേഗം വിക്രമിൻ്റെ അടുത്ത് ഓടിപ്പോയി ഇരിക്കുകയാണ്. ഇത് വിക്രമിന് തീരെ ഇഷ്ടമാവുന്നില്ല. വിക്രമിൻ്റെ കാലിൻ്റെ മുകളിലൊക്കെ കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത്. വിക്രം അത് തട്ടി മാറ്റുന്നതും വീണ്ടും അവൾ കയറ്റി വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള സീനുകളാണ് കാണിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ പറയും, ഞാനൊരു മധുരം പലഹാരം ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അതിലൊരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരുടെയും പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതെ ഇത് ഇനി രണ്ടുപേരും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വേദയ്ക്ക് നല്ല സന്തോഷമാവും. പക്ഷേ വിക്രമിന് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. വേഗം തന്നെ അതെടുത്ത് വിക്രമിൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, വാ തുറക്ക്, വാന്ന് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് വായൊക്കെ തുറക്കാതിരിക്കാൻ പറ്റുന്നില്ല വിക്രമിന്. അപ്പോൾ വായിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. തിരിച്ചും ചെയ്യുമെന്ന് പറയുകയാണ്. നിനക്കെന്തിനാടാ, പെൺകുട്ടികൾക്കാണ് നാണം ഉണ്ടാകുന്നത്, നിനക്കെന്താടാ ഇത്ര നാണം എന്ന് വിക്രമിനോട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിക്രം അത് പലഹാരം എടുത്ത് വേദയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്വീറ്റ്സ് ഷെയർ ചെയ്യുന്നതിന് മുൻപ് വേദ കണ്ണുകൊണ്ട് ഇങ്ങനെ ശ്രീജയോട് കാണിക്കും കേട്ടോ, ഫോട്ടോ എടുക്കുക എന്നുള്ള മട്ടിൽ. ശ്രീജയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇവർ ഈ സ്വീറ്റ്സ് ഷെയർ ചെയ്യുന്നതൊക്കെ ശ്രീജ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫോട്ടോസ് എല്ലാം വേദയുടെ മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വേദയുടെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതെല്ലാം കഴിഞ്ഞപ്പോൾ വിളിക്കുകയാണ്, ഫോൺ ചെയ്യുന്നുണ്ട്. മോളെ എന്താണിത്, ഇതാരാണ് വന്നിരിക്കുന്നത്, എവിടെ, എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ സീറ്റ്സ് ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടു, വിക്രം നിന്നെ സ്നേഹിച്ച് തുടങ്ങിയോ, അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറയുകയാണ്. അപ്പോഴും വേദം ഉണ്ടായ കാര്യങ്ങളെല്ലാം അച്ഛമ്മ വന്നതും അച്ഛമ്മ അവളെ ഇഷ്ടപ്പെട്ടതും അവളോട് ഇത്രയും നന്നായി പെരുമാറുന്നതും എല്ലാം വിക്രമിനുമായി ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളും എല്ലാം പറയുകയാണ്. അങ്ങനെ അച്ചമ്മയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. പിന്നീട് രാധ അങ്ങോട്ട് വരുന്നതാണ് കാണിക്കുന്നത്.
അതോടി വന്ന് അച്ചമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അച്ചമ്മേ, അച്ചമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, എപ്പോഴാണ് വന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇവരാരും തന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ആ ശരി മോളെ, നീ ഇപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി നീ എന്നെ അച്ചമ്മ എന്ന് വിളിക്കണ്ട. നിന്നെ ഇങ്ങോട്ട് ഞാൻ അച്ചമ്മ എന്ന് എന്നെ വിളിച്ചോളാൻ പറഞ്ഞത് എൻ്റെ മോൻ പേരക്കുട്ടി നിന്നെ കല്യാണം കഴിക്കുമെന്നുള്ളത് കണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ലേ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇനി എപ്പോഴും നീ ഇങ്ങനെ ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ പാടില്ല. എൻ്റെ അത് നിനക്കും നന്നല്ല, എൻ്റെ മോനിക്കും അത് കുഴപ്പമാണ്. ആ വന്ന് കയറിയ പെൺകുട്ടി നിന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? നിന്നെ വിവാഹം കഴിക്കാനും വേറൊരു കുട്ടി വിവാഹം കഴിക്കാനുള്ളത് നിന്നെ അവരെന്ത് വിചാരിക്കും? ഈ നാട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഇനി വരാൻ പാടില്ല കേട്ടോ മോളെ. ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേദയ്ക്ക് ഇത് കേട്ട് സങ്കടം വന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളങ്ങ് ഓടിപ്പോവുകയാണ്. ഇത് കാണുന്ന കമലാമ്മ പറയുന്നുണ്ട്, അമ്മേ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു, ആ കുട്ടിക്ക് സങ്കടമായില്ലേ, ആ കുട്ടി കരഞ്ഞോണ്ടല്ലേ ഇവിടുന്ന് പോയതെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇപ്പോഴുള്ള ഈ കരച്ചിൽ നീ നോക്കണ്ട കമലേ, അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ, നമ്മുടെ വിക്രമിൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്.